വാടാൻ മടിച്ച പൂവ്. രചന ജിതിൻ ജോസ്. ഒരു സാധാ സർക്കാർ ജോലിക്കാരന്റെ പതിവുള്ള അലസത നിറഞ്ഞ നിമിഷങ്ങൾ തള്ളി നീക്കുന്നതിനിടയിൽ മേശപ്പുറത്ത് ഒരു കോണിൽ കിടന്ന വിനുവിന്റെ ഫോൺ അടിച്ചു. വല്ലപ്പോഴും മാത്രം ഒരു കോൾ വരാറുള്ള അയാളുടെ ഫോണിൽ തെളിഞ്ഞു വന്ന അൺനോൺ നമ്പർ കണ്ടു. അല്പം കൗതുകത്തോടെയാണ് ആ കോൾ എടുത്തത്. ഹലോ. ആ ശബ്ദം കേട്ടപ്പോൾ അയാൾ ഞെട്ടി. അനിത. ഡിവോഴ്സിന് ശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആ ശബ്ദം കേട്ട മാത്രയിൽ അയാൾ തിരിച്ചറിഞ്ഞു. മറുപടി കിട്ടാതെയായപ്പോൾ ഫോണിലെ ശബ്ദം വീണ്ടും. ഹലോ, വിനു അല്ലേ? അവൾ തന്നെയാണെന്ന് അവന് ഉറപ്പുണ്ടായിട്ടും അവൻ ചോദിച്ചു, അതെ, ആരാ? ഞാൻ അനിതയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന കോളിന്റെ ഞെട്ടലിൽ വിനു വാക്കുകൾ തപ്പിത്തടഞ്ഞു. അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവൾ വിളിച്ച കാര്യം പറഞ്ഞു. ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? അനിതയും വിനുവും ഒരു കോഫി ഷോപ്പിൽ ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി അപരിചിതരെ പോലെ ഇരുന്നു. ഒരു കാലത്ത് വാതോരാതെ സംസാരിച്ചിരുന്ന അവർ ഇപ്പോൾ സംസാരം തുടങ്ങാൻ കഴിയാതെ വിയർപ്പ് മുട്ടി. ഒടുവിൽ വിനു അവളോട് ചോദിച്ചു, എന്നാ നാട്ടിൽ വന്നത്? കുറച്ച് ദിവസമായി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു പോകണം. എന്റെ നമ്പർ എങ്ങനെ കിട്ടി? മായേച്ചിയുമായി എനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. മായേച്ചി തന്നതാ. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഇടയിൽ മഞ്ഞുരുകുന്നതായി വിനുവിന് തോന്നി. ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമാണ് അനിതയും വിനുവും കല്യാണം കഴിച്ചത്. പിന്നീട് 3 വർഷം സ്വർഗതുല്യമായിരുന്നു അവരുടെ ജീവിതം. ഇണങ്ങിയും പിണങ്ങിയും അവരൊരു കുടക്കീഴിൽ കഴിഞ്ഞുകൂടി. ഇടയിൽ എപ്പോഴോ കൊച്ചു കൊച്ചു പരിഭവങ്ങൾ വളർന്നു വാശിയായി. വാശി വളർന്നു ദേഷ്യമായി. ദേഷ്യം വഴക്കായി. ഒടുവിൽ ഒരു കുടുംബ കോടതിയുടെ വരാന്തയിൽ വെച്ച് 2 പേരും തിരിഞ്ഞു നോക്കാതെ 2 വഴിക്ക് നടന്നകന്നു. പിന്നീട് ഇപ്പോഴാണ് വിനു അവളെ വീണ്ടും കാണുന്നത്, അവളുടെ ശബ്ദം വീണ്ടും കേൾക്കുന്നത്. അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ വെയിറ്റർ വന്നപ്പോൾ വിനു ചായ കുടിക്കാറില്ല എന്ന ഓർമ്മയിൽ അനിത 2 കോഫി ഓർഡർ ചെയ്തു. ഇത്രയും കാലങ്ങൾക്ക് ശേഷം അവൾ വിളിക്കാൻ കാരണം എന്താണെന്നറിയാതെ ഇരിക്കുകയായിരുന്നു വിനു. അന്ന് വഴക്കൊക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി ഇറങ്ങിപ്പോരുമല്ലായിരുന്നു. അന്ന് എടുക്കാൻ മറന്ന കൂട്ടത്തിൽ എഴുതി പകുതിയാക്കി വെച്ചൊരു പുസ്തകവും ഉണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടുമോ എന്നറിയാനാ ഞാൻ വിളിച്ചത്. ഇതവിടെ തന്നെ ഉണ്ടാകും. അവിടെ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നീ ഒഴുകി. അവളുടെ കണ്ണിൽ നോക്കി അവനത് പറഞ്ഞപ്പോൾ അവൾ കണ്ണ് പിൻവലിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. ഇതിനിടയിൽ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അനിത ഫോണിൽ സംസാരിക്കുമ്പോൾ വിനു ഓർത്തത് അവളുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ്. അവൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു പുസ്തകം. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് കാണാൻ, ആ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അവളുടെ പേരടിച്ചടിച്ച് കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് അവരുടെ വഴക്കുകൾക്കിടയിൽ ആ സ്വപ്നങ്ങളും അടർന്നു വീണു. അല്ലെങ്കിലും അവൻ അവളുടെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയും കൊടുത്തിട്ടില്ല. അവൾ എഴുതിയതിൽ ഒരു വരി പോലും അവൻ വായിച്ചിട്ടുമില്ല. വരുണാണ് വിളിച്ചത്. ഫോൺ കട്ട് ചെയ്ത് അവൾ വന്നു. വരുൺ ആരാ എന്ന് മനസ്സിലാകാതിരിക്കുന്ന വിനുവിനെ നോക്കി അവൾ തുടർന്നു, വരുൺ ഹസ്ബൻഡാണ്. കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. വിനുവിന്റെ ശബ്ദത്തിൽ വല്ലാത്ത ഒരു നിരാശ കലർന്നിരുന്നു. 6 മാസം മുൻപാണ്. വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. വരുണിന്റെ സെക്കൻഡ് മാരേജ് ആണ്. ആദ്യ ഭാര്യ മരിച്ചുപോയി. അവർക്ക് 5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. വിനുവിന്റെ മനസ്സിൽ തോന്നിയ നിരാശ മുഖത്ത് വരാതിരിക്കാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടി. സത്യം പറഞ്ഞാൽ വരുൺ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വിനുവിന്റെ മുൻപിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ആ പാതി എഴുതിയ പുസ്തകം കൊണ്ടു ചെല്ലാൻ, അത് പൂർത്തിയാക്കി പ്രിന്റ് ചെയ്യാൻ വേണ്ടി. നഷ്ടപ്പെടുമ്പോൾ തോന്നുന്ന വേദനയേക്കാൾ 1000 ഇരട്ടിയായിരിക്കും നഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കിട്ടുന്നത്. അതിന് മറ്റൊരു അവകാശി ഉണ്ടാകുന്നത്. മിഴിയിൽ നിന്ന് മടരാൻ കൊതിച്ച കണ്ണുനീർ അവൻ ആരും കാണാതെ മനസ്സിൽ ഒളിപ്പിച്ചു. വിനുവിന് 2 ദിവസം ഫ്രീ ആകാൻ പറ്റുമോ? നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? പോകാം. അവൻ കോഫിയുടെ പൈസ ടേബിളിൽ വെച്ച് എഴുന്നേറ്റു.
ഏതൊരാണിന്റെയും ഉറപ്പുള്ള മനസ്സിന്റെ ആഴങ്ങളിൽ ചിരിക്കുന്ന ഒരു മുഖം കൊത്തിവെച്ചിട്ടുണ്ടാകും. അവൻ ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ച ഒരു പെണ്ണിന്റെ മുഖം. മഞ്ഞിനും മഴയ്ക്കും മായ്ക്കാൻ കഴിയാത്ത ഒരു മുഖം. ഇടയ്ക്കൊക്കെ സുഖമുള്ള അല്പം നോവ് കലർന്നൊരു ഓർമ്മയായി ആ മുഖം പതിയെ തെളിഞ്ഞു വരും. അപ്പോൾ അവനൊരു തുള്ളി കണ്ണുനീരിന്റെ മറവിൽ ആ സ്വപ്നങ്ങളും ആഗ്രഹിച്ച ജീവിതവും മൂടിവെക്കും. അലസമായ അവന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും അവളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വഴികളിലൂടെ ഒരു യാത്ര അവൻ കുറച്ചു നാളുകളായി ആഗ്രഹിച്ചിരുന്നു. ആ യാത്രയിൽ ഒരു സഹയാത്രികയായി അവൾ ഉണ്ടാകുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. മുന്നിൽ വന്നു കിട്ടിയ അവസരത്തിന്റെ ശരി തെറ്റുകളിലും അധികം അവൻ ആഗ്രഹിച്ചത് അവളുടെ സാമീപ്യം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. അവന്റെ കൂടെ അതേ കാറിൽ അതേ വഴികളിലൂടെ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ അവൾ അറിഞ്ഞു, മനുഷ്യന്റെ മനസ്സുകൾക്കൊഴികെ മറ്റൊന്നിനും ഒരു മാറ്റവുമില്ല എന്ന്. ഇപ്പോൾ ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ അവൾക്കൊരു ഭാര്യയുടെ അവകാശത്തിൽ നിന്നും ഒരു പരിചയക്കാരിയുടെ ദൂരമുണ്ട്. അവൾക്കറിയാം, മലകളിലൂടെ ചെരുവുകളിലൂടെ മണിക്കൂറുകൾ നീണ്ടൊരു യാത്രയും മഞ്ഞിന്റെ തണുപ്പുള്ളൊരു രാത്രിയും അവന്റെ ഒപ്പമാണെന്ന്. അതുകൊണ്ട് തന്നെ തെറ്റിയ കണക്കുകളിലേക്കും അസ്വസ്ഥമാക്കുന്ന ചിന്തകളിലേക്കും ഉള്ള മനസ്സിന്റെ ജാലകങ്ങൾ കുട്ടിയടച്ചു. ഇന്നിന്റെ നിമിഷങ്ങൾക്ക് മാത്രം നനച്ചിരുന്നു അവളും. കുറെ നേരം ഡ്രൈവ് ചെയ്ത് മടുത്തപ്പോൾ വിനു കാറ് സൈഡ് ഒതുക്കി നിർത്തി പുറത്തിറങ്ങി. അനിതയും പുറത്തിറങ്ങി മാനം മുട്ടി നിൽക്കുന്ന മലകളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ വിനു പറഞ്ഞു, നല്ല മഴക്കാറ് കാണുന്നുണ്ടല്ലോ. അനിതയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വിനു അടുത്ത് കണ്ട തട്ടുകടയിൽ നിന്നും 2 ചായ വാങ്ങി വന്നു. ഒരു ചായ അനിതയുടെ നേരെ നീട്ടിയപ്പോൾ അവൾ ചോദിച്ചു, ചായയൊക്കെ കുടിച്ചു തുടങ്ങിയോ? അത് കേട്ട് അവൻ ചിരിച്ചു. ഒറ്റയ്ക്കായപ്പോൾ പല ശീലങ്ങളും മാറ്റി. വിനു അത് പറയുമ്പോഴാണ് അനിത അവന്റെ ചുളിവുകളുള്ള ഷർട്ടും കുറ്റിത്താടിയും ശ്രദ്ധിച്ചത്. പണ്ട് അവനിടുന്ന ഷർട്ടിൽ ഒരു ചുളിവുണ്ടാകാറില്ലായിരുന്നു. ഷേവ് ചെയ്യാതെ അവൻ പുറത്തിറങ്ങാറില്ലായിരുന്നു. മഴ പെയ്താൽ ഈ ചുരമെല്ലാം കയറി മുകളിലെത്തുമ്പോൾ സന്ധ്യയാകുമല്ലോ. അവനത് പറയുമ്പോൾ അവൾ അടുത്തു കണ്ട തെളിനീർ ചാലിൽ മുഖം കഴുകുകയായിരുന്നു. അവളുടെ മുടിയിഴകളിലും മുഖത്തും തങ്ങി നിന്ന വെള്ളത്തുള്ളികൾ അവളെ കൂടുതൽ സുന്ദരിയാക്കി. ചിരിക്കുന്ന മുഖവും തെളിഞ്ഞ മനസ്സും മനുഷ്യന്റെ സൗന്ദര്യം കൂട്ടും. അവനും അവളും പച്ചപ്പ് നിറഞ്ഞ കാട്ടുവഴികളിലൂടെ വീണ്ടും യാത്ര തുടർന്നു. തുലാമാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയിൽ ഇളം പച്ച നെൽക്കാമ്പുകൾക്കിടയിലൂടെ കുളി കഴിഞ്ഞു നനഞ്ഞൊറ്റയായ ഈറനൊടുത്തുകൂടി വരുന്ന ഒരു പെണ്ണിന്റെ വശ്യതയുണ്ട് മഴ പെയ്യുന്ന കാടിന്. മുന്നിൽ വീണു ചിതറുന്ന മഴത്തുള്ളികളും നനഞ്ഞ പ്രകൃതിയും അവരുടെ മനസ്സിനെ മധുരമുള്ള പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മനസ്സിൽ മറന്നുവെച്ച, ഒളിപ്പിച്ചു വെച്ച അവരുടെ പ്രണയത്തെ പതിയെ വിളിച്ചുണർത്തി. മറക്കാൻ കഴിയുന്നതേ അവൾ പറഞ്ഞിട്ടുള്ളൂ, പൊറുക്കാൻ കഴിയുന്നതേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അന്ന് അവൾ ഒന്നും മറന്നില്ല, അവനൊന്നും പൊറുത്തതുമില്ല. എന്നാൽ കാലം പകർന്ന തിരിച്ചറിവിൽ അവൾക്ക് തോന്നി എല്ലാം മറക്കാമായിരുന്നു എന്ന്. വർഷങ്ങൾ നീണ്ട അവന്റെ ഏകാന്തത അവനോട് പറഞ്ഞു അന്ന് ക്ഷമിക്കാമായിരുന്നു എന്ന്. ഈ തണുത്ത കാറ്റും ഇരുണ്ട കാടും സാക്ഷിയാക്കി അവരുടെ കണ്ണും മനസ്സും 1000 വട്ടം മാപ്പു പറഞ്ഞു അവരറിയാതെ. അവളെ വീണ്ടും ഒന്ന് തൊടാൻ അവന്റെ വിരൽത്തുമ്പ് കൊതിച്ചു. അവന്റെ ചുംബനങ്ങൾ വീണ്ടും ഏറ്റുവാങ്ങാൻ അവളുടെ ചെറു ചുണ്ടുകളും കൊതിച്ചു. എന്നിട്ടും എന്റെ അവരെപ്പോഴും ഒരു തരി അകറ്റി നിർത്തി. നേരം സന്ധ്യയോടടുത്തപ്പോൾ അവർ ആ മലമുകളിലുള്ള അവരുടെ ആ പഴയ വീട്ടിൽ വീണ്ടും എത്തി. അവനും അവളും വീണ്ടും ഒരുമിച്ച് ആ വാതിൽപ്പടിയിൽ കാലെടുത്തു വെച്ചപ്പോൾ അസ്തമിക്കാൻ തുടങ്ങിയ സൂര്യൻ സ്വർണ്ണ നിറമുള്ള മേഘങ്ങളുമായി അവരെ എതിരേറ്റു. അവളുടെ ആഗ്രഹപ്രകാരമാണെന്ന് അവൻ ആ വീട് വാങ്ങിയത്. ഈ വീടിന്റെ മുറികളും ചുവരുകളും ഒരുക്കി കാത്തു സൂക്ഷിച്ചിരുന്നത് അവളിലെ കലാകാരിയുടെ ഭാവനയ്ക്കനുസരിച്ചാണ്. ഇന്നും അതെല്ലാം അതുപോലെ തന്നെയുണ്ട്, കുറച്ച് വർഷങ്ങളുടെ പൊടിയും അഴുക്കുണ്ടെങ്കിലും. ഇപ്പോഴും ആ വീട്ടിൽ അവരുടെ കളിയും ചിരിയും പ്രണയത്തിന്റെ ചൂടും തങ്ങി നിൽക്കുന്നതായി അവൾക്ക് തോന്നി. ആ രാത്രിയിൽ തെളിഞ്ഞ മാനത്തെ നക്ഷത്രങ്ങളെ നോക്കി ആ വീടിന്റെ ഉമ്മറത്തെ പടിക്കെട്ടിൽ
എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന അവനരികിൽ അവൾ വന്നിരുന്നു. എന്തേ ഈ തണുപ്പും കൊണ്ട് മാനത്ത് നോക്കി കിനാവ് കാണുകയാണോ? അവൾ അവനെ കളിയാക്കി ചോദിച്ചു. കിനാവ്? ഞാൻ? നല്ല കാര്യായി. പിന്നെ എന്താ ഒന്നും മിണ്ടാതെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? പറയാനുണ്ടായിരുന്നു ഒരുപാട്. പക്ഷേ അത് പറയുമ്പോൾ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് അവൾ അവനോട് ചേർന്നിരുന്നു അവന്റെ തോളത്ത് തല ചായ്ച്ചു. ഓരോ പൊട്ടത്തരമൊക്കെ കാണിച്ചു വെച്ചിരുന്ന് അറിയുവാ നീ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. ഒരുപാട് വട്ടം കരുതിയതാ നിന്നെ വന്ന് കാണണം, തിരിച്ചു വിളിക്കണമെന്നൊക്കെ. പക്ഷെ എന്തോ മടിച്ചു നിന്നു. ഞാനും കുറേ നാള് കാത്തിരുന്നു, നീ വരുമെന്ന് കരുതി. പിന്നെ പിന്നെ സങ്കടായി. ഒറ്റയ്ക്ക് ജീവിച്ച് തീർക്കാം എന്ന് കരുതി ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, പറയാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന്. വൈകിപ്പോയല്ലേ ഞാൻ. അത് പറയുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു. അവൻ അവളെ തോളോട് ചേർത്ത് പിടിച്ചു. ആ തണുത്ത രാത്രിയിൽ അവളുടെ കണ്ണുനീരിന്റെ ചൂട് അവന്റെ നെഞ്ചിനെയും മനസ്സിനെയും ചുട്ടുപൊള്ളിച്ചു. കോടമഞ്ഞ് പതിയെ പടർന്നു തെളിഞ്ഞു നിന്ന നക്ഷത്രത്തിന്റെയും നിലാവിന്റെയും കണ്ണുകുത്തി. തണ്ടിൽ നിന്നും അടർന്നിട്ടും പാടാൻ മടിക്കുന്ന പൂവ് പോലെ അടർന്നു വീണാലും പ്രണയം മനസ്സിൽ തളർത്തു നിൽക്കും. പിറ്റേ ദിവസം സ്റ്റോർ റൂമിലെ പുസ്തകക്കെട്ടുകളിൽ അവൾ എഴുതിയ കടലാസുകൾക്ക് തിരയുന്നത് അവൻ കണ്ടു. അതവിടെ ഇല്ല. സംശയത്തോടെ നോക്കി നിന്ന അനിതയോട് അവൻ പറഞ്ഞു, വാ. അത് വായിച്ചപ്പോൾ ആ ചവറുകളുടെ കൂടെ വലിച്ചെറിയേണ്ട ഒന്നായി തോന്നിയില്ല. അവൻ അവളെയും കൂട്ടി അവരുടെ ആ പഴയ ബെഡ്റൂമിലേക്ക് പോയി. അവിടുത്തെ അലമാരയിൽ ഭദ്രമായി അവൻ സൂക്ഷിച്ചു വെച്ച ആ കടലാസ് കെട്ടുകൾ അവളുടെ കയ്യിൽ കൊടുത്തു. നീ തിരിച്ചു വരുമ്പോൾ എഴുതി പൂർത്തിയാക്കി പ്രിന്റ് ചെയ്യാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. അവൾ ആ താളുകൾ മറിച്ചു നോക്കുമ്പോൾ അവൻ തുടർന്നു, ഇതിൽ നീ എഴുതിയതെല്ലാം എന്നെക്കുറിച്ചാണ്, നമ്മുടെ പ്രണയത്തെക്കുറിച്ചാണ്. അതിലെല്ലാം ഞാൻ കണ്ടത് അതുവരെ കാണാതിരുന്ന നിന്റെ മനസ്സ്. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കൊഴിഞ്ഞ കണ്ണുനീർ തുള്ളികൾ വിരൽത്തുമ്പുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് അവളെ വാരിപ്പുണർന്നു. അവളുടെ കൈകൾ അറിയാതെ അവനെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ അവളുടെ ചുണ്ടുകളിൽ ആഴത്തിൽ ചുംബിച്ചു. അവളുടെ വിരൽത്തുമ്പുകൾ അവന്റെ പുറത്തൂടെ അലഞ്ഞു നടക്കുമ്പോൾ അവൻ ചോദിച്ചു, തിരിച്ചു പോകാതിരുന്നൂടെ നിനക്ക്? അത് കേട്ട് അവൾ ഒരു ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറി. കാത്തിരിക്കുന്ന ഒരു ഭർത്താവിന്റെയും 5 വയസ്സുള്ള ഒരു കുട്ടിയുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നിട്ട് എന്തോ അവൾ പറഞ്ഞു, എനിക്ക് പോകണം. ആ കടലാസ് കെട്ടുകൾ ബാഗിൽ വെച്ച് തിരിഞ്ഞു നോക്കാതെ നിറഞ്ഞ കണ്ണുമായി അവൾ നടന്നകലുന്നതും നോക്കി അവനിരുന്നു.